ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ക്ലാസ് 55, പേജ് 48. മുബ്തിലാത്തു തയമ്മുമി, തയമ്മുമിനെ ബാത്തിലാക്കണ കാര്യങ്ങൾ. ഒന്നാമത്തേത് അൽ ഹദസു, അശുദ്ധിയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ചെറിയ അശുദ്ധിയുടെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് തയമ്മം ചെയ്തതെങ്കിൽ ചെറിയ അശുദ്ധി ഉണ്ടായാൽ അയാളുടെ തയമ്മം ബാത്തിലായിപ്പോയി. വലിയ അശുദ്ധിയുടെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ കുളിയുടെ ഭാഗമായിട്ടുള്ള തയമ്മം ചെയ്യലാണ് എങ്കിൽ അയാളുടെ തയമ്മം ബാത്തിലാകണമെങ്കിൽ കുളി നിർബന്ധമാകണം, വലിയ ശുദ്ധി ഉണ്ടാകണം. രണ്ടാമത്തേത്, ഇയാൾ ചെയ്ത തയമ്മം ബാത്തിലായി പോവാൻ മറ്റൊന്നാണ് അരിദ്ദത്തു, മതഭ്രഷ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. മഹാദല്ലാഹ്, അള്ളാഹു നമ്മെ കാക്കട്ടെ. ഇസ്ലാമിൽ നിന്ന് ഒരാൾ വ്യതിചലിച്ചു പോയാൽ പിന്നെ സംഗതി ചർച്ചയിൽ വലിയ പ്രസക്തിയില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്ത തയമ്മം ബാത്തിലായിപ്പോയി, ഇനി അയാളുടെ തയമ്മം കൊണ്ട് ഇപ്പം എന്താ കാര്യം? തഹക്കുൽ ബുർഇ, മറ്റേ ശിഫ ഉറപ്പായി. എന്തോ ഒരു പ്രശ്നം, ഒരു രോഗം, ആ രോഗത്തിൻ്റെ പേരിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഇയാൾ എന്ത് ചെയ്തത്? തയമ്മം ചെയ്തത്. അപ്പോൾ ഈ തയമ്മം ചെയ്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഇയാളുടെ ഈ പ്രശ്നം, ഈ രോഗം നിലവിൽ ശിഫയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പം നല്ല ഉറപ്പായി. എന്നാൽ പിന്നെ അയാൾ ആ രോഗത്തിൻ്റെ പേരിലാണല്ലോ ഒളൂഹ് ചെയ്യാതെ, പൂർണ്ണമായ ഒളൂഹ് ചെയ്യാതെ അല്ലെങ്കിൽ കുളിക്കാതെ തയമ്മം ചെയ്തത്. അപ്പോൾ തയമ്മം പോയി, ഇനി ആ തയമ്മുമിന് അർത്ഥമില്ല. അപ്പോൾ പൂർണ്ണമായ ഒളൂഹ് ചെയ്യുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ശരിക്ക് കുളിക്കുകയാണ് വേണ്ടത്. പിന്നെ തവഹുമു മാഇൻ ഫി ഗൈരി സ്വലാത്തി, നിസ്കാരത്തിലല്ല ഇയാളുള്ളത്, നിസ്കാരത്തിൻ്റെ വെളിയിലാണ്. ഇയാൾ ഒരു തയമ്മം ചെയ്ത് എടുത്തിരിക്കുകയാണ്. തയമ്മം ചെയ്തിട്ടാണ് ഇയാൾ നിസ്കാരത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് തയമ്മം ചെയ്തത്? വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ. വെള്ളമില്ല, അപ്പോൾ അതുകൊണ്ട് തയമ്മം ചെയ്തു. അപ്പം നിസ്കാരം തുടങ്ങിയിട്ടുമില്ല, അപ്പണ്ട് വെള്ളം കിട്ടുമെന്നൊരു ഊഹം വന്നു എങ്കിൽ അയാളുടെ തയമ്മം ബാത്തിലായി പോയിന്നാ. നിസ്കാരം അല്ലാത്തോടത്തിലാണെങ്കിൽ, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, ഊഹം മതി. ബിലാ മാനിഇമിൻ ഇസ്തിമാലിഹി, ഒരു കാര്യം കൂടി വേണം, ആ വെള്ളം കിട്ടിയാൽ ഉപയോഗിക്കുന്നതിന് ഇയാൾക്ക് തടസ്സവുമില്ല. അപ്പോൾ വെള്ളമില്ലായ്മയുടെ പേരിൽ മാത്രം തയമ്മം ചെയ്തു. അങ്ങനെ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ഊഹം വന്നു, വെള്ളം കിട്ടും എന്നൊരു ഊഹം. അവിടെ വെള്ളം കിട്ടിയാൽ ഉപയോഗിക്കുന്നതിന് തടസ്സവുമില്ല എങ്കിൽ അയാളുടെ തയമ്മം ബാത്തിലായിപ്പോയി. വേറൊന്ന്, വിജിദാനുൽ മായി, വെള്ളം കിട്ടി ഫീ സ്വലാത്തിൻ, നിസ്കാരത്തിൽ. ഏത് നിസ്കാരമാണ്? ലാ തസ്കുത്തുബി തയമ്മുമി, അത് തയമ്മം കൊണ്ട് തീരുന്ന നിസ്കാരമല്ല. ചില നിസ്കാരം അങ്ങനെയാണല്ലോ, ഇപ്പം തയമ്മം ചെയ്ത് നിസ്കരിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല, പിന്നീട് മടക്കി നിസ്കരിക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൈ ഒടിഞ്ഞു, കൈ പൊട്ടി, പ്ലാസ്റ്റർ ഇട്ടു, അവിടെ ഇപ്പം തൽക്കാലം നിസ്കരിക്കുക. ഒതുവിൻ്റെ അവയവത്തിൽ അല്ല, തയമ്മുമിൻ്റെ അവയവത്തിൽ തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഒതുവും ശരിയല്ല, പൂർണ്ണമായിട്ട് തയമ്മുമും ശരിയല്ല. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ. അപ്പോൾ അയാൾ മടക്കി നിസ്കരിക്കണം. അപ്പം ഇത് അങ്ങനത്തെ നിസ്കാരമല്ല, അങ്ങനത്തെ നിസ്കാരമാണ്. തയമ്മം കൊണ്ട് ഈ നിസ്കാരം വീണു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ബാധ്യത തീരുന്നില്ല, അങ്ങനത്തെ ഒരു നിസ്കാരത്തിലാണ് അയാളുള്ളത്. അപ്പോൾ വെള്ളം കിട്ടുകയും ചെയ്തു. ബിലാ മാനിഇമിൻ ഇസ്തിമാലിഹി, വെള്ളം ഉപയോഗിക്കുന്നതിന് ഇയാൾക്ക് തടസ്സവുമില്ല എങ്കിൽ അയാളുടെ തയമ്മം ബാത്തിലായിപ്പോയി. അതായത് ഇയാളിപ്പോൾ നിസ്കരിക്കുന്നു തയമ്മം ചെയ്തുകൊണ്ട്, ഈ നിസ്കാരം ഒരു താൽക്കാലികമാണ്, പിന്നീട് ഇയാൾ മടക്കി നിസ്കരിക്കേണ്ടതാണ് അങ്ങനത്തെ നിസ്കാരം. ആ നിസ്കാരത്തിൻ്റെ ഇടയിൽ വെച്ച് വെള്ളം മുമ്പിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞു. അപ്പം ഇയാൾ എന്തിനാണ് തയമ്മം ചെയ്തത്? വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ. അങ്ങനെ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ തയമ്മം ചെയ്താൽ ആ നിസ്കാരം വീണ്ടും മടക്കേണ്ടതുണ്ടോ? ഉണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദുർലഭമായിട്ടാണ് ഈ അവസ്ഥ വന്നു ചേർന്നത്. സാധാരണ അങ്ങനെ വെള്ളം ഇല്ലാത്ത അവസ്ഥ ഒരിക്കലും വരാത്തൊരു സ്ഥലമാണ്. ഇപ്പം അങ്ങനെ വന്നു.
അപ്പോൾ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ തയമ്മം ചെയ്തു. അയാൾ ഈ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതാണ് പിന്നീട്. അപ്പം ആ നിസ്കാരത്തിൻ്റെ ഇടയിലുണ്ട് വെള്ളം മുന്നിലെത്തി, വെള്ളം കിട്ടി, ആ വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സവുമില്ല എങ്കിൽ അയാളുടെ തയമ്മും ബാത്തിലായിപ്പോയി. തയമ്മുമിനെ പറ്റിയുള്ള നമ്മുടെ ഈ കിതാബിൻ്റെ ചർച്ച അവിടെ അവസാനിച്ചു. അടുത്ത പുതിയൊരു ചർച്ച ആരംഭിക്കുകയാണ്. നജാസത്തു, നജസ്. നജസ് വളരെയധികം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. നജസിനെ പറ്റി ശരിക്കും പഠിക്കണം. നജാസത്തു, നജസ് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഭാഷാർത്ഥത്തിൽ കുല്ലു മുസ്തഖ്ദരിൻ, മ്ലേച്ഛമായി കണക്കാക്കപ്പെടുന്ന ഏതു വസ്തുവും അത് ഏതാണ്? നജസാണ്. ലുഗത്തിലാ പറയണം, ഭാഷാർത്ഥത്തിൽ. അതിൻ്റെ ഉദാഹരണം കൊടുത്തത് കൽ ബുസാക്കി, തുപ്പൽ പോലെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു തുപ്പുനീര് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളെ സാധാരണ ആൾക്കാരുടെയൊക്കെ തുപ്പുനീര് ഇങ്ങനെ കിടക്കുമ്പോൾ സാധാരണഗതിയിൽ അത് ഒരു മ്ലേച്ഛമായി കണക്കാക്കപ്പെടുന്നു. ഭാഷാർത്ഥത്തിൽ അത് നജസാണ്. എന്നാൽ നമ്മുടെ കർമ്മശാസ്ത്രപരമായ ചർച്ചയിൽ അത് നജസല്ല. ഫിഖ്ഹിൽ തുപ്പൽ എന്തൊന്നുമല്ല, നജസൊന്നുമല്ല. പക്ഷെ എന്ന് വിചാരിച്ച് നജസല്ലെങ്കിലും നമ്മൾ വേറൊരാളുടെ തുപ്പൽ നമ്മുടെ ശരീരത്തിലാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും ഇങ്ങനെ നമ്മുടെ പെരുമാറ്റ സ്ഥലത്ത് കാണുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ചെറിയ എന്തുണ്ടാകുന്ന ഒരു വെറുപ്പ് പോലെ, ഒരു മ്ലേച്ഛമായി കണക്കാക്കുന്ന അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ഭാഷാർത്ഥത്തിൽ അതിനെ നജസ് എന്ന് വിളിക്കും. അപ്പോൾ ഷറഇൻ്റെ വീക്ഷണത്തിൽ നജസ് എന്ന് പറഞ്ഞാൽ മുസ്തഖ്ദറുൻ, ഒരു മലിന വസ്തുവാണ്. എങ്ങനത്തെ മലിന വസ്തു? യംനഉ, അത് തടയുന്നുണ്ട്, സിഹത്ത സ്വലാത്തി, നിസ്കാരത്തിൻ്റെ സാധുതയെ തടയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മലിന വസ്തു ഉണ്ടായാൽ നിസ്കാരം സ്വഹീഹാവില്ല, നിസ്കാരം ശരിയാകണത് തടസ്സാണ്. എപ്പോൾ? ഹൈസുല മുറഹിസ, കിഴിവ് കൊടുക്കുന്ന ഒരു നിയമം ഇല്ലാത്തപ്പോൾ, കിഴിവ് നൽകുന്ന ഒരവസ്ഥ ഇല്ല, അതായത് മാപ്പ് കൊടുക്കുന്ന സാഹചര്യം ഇല്ല എങ്കിൽ ഈ പറഞ്ഞ മലിനവസ്തു ഇയാളുടെ നിസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കും. അങ്ങനത്തെ മലിനവസ്തു അതാണ് നജസ്. അപ്പോൾ ചില മലിനവസ്തു ഉണ്ട്, ഒരു മലിനവസ്തു, ഒരു മാലിന്യം, അത് കിഴിവുള്ളത് കൊണ്ട് നിസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിച്ചില്ല, അതും എന്തായിത്തീരും? നജസായിത്തീരും. അല്ലാതെ ഏത് ഘട്ടത്തിലും നിസ്കാരത്തിൻ്റെ സിഹത്തിനെ, സാധുതയെ ബാധിക്കുന്ന, നിസ്കാരം ശരിയാകാതിരിക്കാൻ കാരണമാകുന്ന രൂപമുണ്ടാവില്ല നജസിന്. ചില സ്ഥലത്ത് ചില ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ നജസ് ഉണ്ടാകും, നജസ് തന്നെയാണ്, പക്ഷെ അതോടുകൂടെ നിസ്കാരം സഹിയാവും. അപ്പം നിസ്കാരത്തിൻ്റെ സാധുതക്ക് തടസ്സം വരുന്നില്ല. അതെന്താ കാരണം? അത് കിഴിവുണ്ടായതിൻ്റെ പേരിലാണ്. ഉദാഹരണം, ഒരാളുടെ ശരീരത്തിൽ നജസുണ്ട്. എന്ത്? അയാളുടെ തന്നെ രക്തം ഒരാളുടെ ശരീരത്തിലുണ്ട്. അയാൾക്ക് ആ രക്തം അങ്ങനെ അവിടെ ഇരിക്കുന്നതിൽ, അവിടെ രക്തം വന്ന് സംഭവിച്ചതിലൊന്നും ഇയാൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊന്നുമില്ല, ഇയാൾ ചെയ്തിട്ടൊന്നുമല്ല. അങ്ങനെ എന്ത് ചെയ്തു? രക്തം വന്നു. അതായത് ഇയാൾ കുരു പിഴിഞ്ഞ് ഞെക്കി പൊട്ടിച്ചതൊന്നുമല്ല എന്ന്. അപ്പോൾ അയാളുടെ പ്രവർത്തനം കൊണ്ടായി. അപ്പം അങ്ങനെ പ്രവർത്തനം ഇല്ലാതെ അയാളുടെ ശരീരത്തിൽ അയാളുടെ തന്നെ സ്വന്തം രക്തം ഇരുന്നാൽ രക്തം നജസാണ്, അതോടുകൂടെ അയാളുടെ നിസ്കാരം സ്വഹീഹാകും. കാരണം കിഴിവ് ഉണ്ടായതുകൊണ്ട്. ഷറഅ് അവിടെ കിഴിവ് കൊടുത്തു അയാൾക്ക്. ഈ രക്തത്തെ പറ്റി എന്ത് പറയാൻ പറ്റൂല? ഇത് നിസ്കാരത്തിന് പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇതോടുകൂടെ നിസ്കാരം ശരിയായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നജസല്ല എന്ന് പറയരുത്. തജിബു ഇസാലത്തുഹ, നജസിനെ നീക്കിക്കളയൽ നിർബന്ധമാണ്. ഇന്ദ സ്വലാത്തി, നിസ്കാരത്തിൻ്റെ സമയത്ത് നജസിനെ നീക്കിക്കളയൽ നിർബന്ധമാണ്. സാധാരണഗതിയിലുള്ള മസല അങ്ങനെയാണല്ലോ. വസ്തിഅമാലി ഷൈഇൻ ഫീഹിൻ നജാസത്തു,
നജസ് ഒരു വസ്തുവിലുണ്ട്, ആ വസ്തുവിനെ നാം ഉപയോഗിക്കുകയാണ്, ആ സമയത്തും നജസിനെ നീക്കിക്കളയൽ നിർബന്ധമാണ്. ഒരു വസ്തുവിൽ നജസായിട്ടുണ്ട്, ഒരു തുണിയോ മറ്റോ, ആ വസ്തുവിനെ നമ്മളൊന്ന് ഉപയോഗിക്കാൻ തീരുമാനിച്ചു, നമ്മൾ ധരിക്കാൻ തീരുമാനിച്ചു എങ്കിൽ ആ വസ്തുവിലെ നജസിനെ നീക്കിക്കളയേണ്ടതാണ്. ഒ തലമുഹി ബിഹ അബധൻ, വെറുതെ നജസിനെ പുരട്ടി, നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ മറ്റോ വെറുതെ നജസിനെ പുരട്ടി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ നീക്കിക്കളയൽ നിർബന്ധമാണ് നജസ്. അവിടെ കാണാം ഫ ഇന്ന തലമുഹ ബിഹ, 3-ാം നമ്പർ, ഫി ബദനിൻ ഔ സൗബിൻ ബില ഹാജത്തിൻ ഹറാം. ശരിക്കും മനസ്സിലാക്കണം, ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ ഒരാവശ്യവും ഇല്ലാതെ നജസിനെ പുരട്ടൽ ഹറാമാണ്, ഹറാം. നമ്മളെങ്ങനെ ചിന്തിക്കരുത്, ഇപ്പം നിസ്കരിക്കണമെന്നില്ലല്ലോ, അതുകൊണ്ട് ഈ തുണിയൽ അല്പം നജസ് അതിൽ ഇരിക്കട്ടെ എന്ന് കരുതി ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ നജസിനെ ആക്കൽ, പുരട്ടുക എന്ന് പറഞ്ഞാൽ നജസ് ആകാനുള്ള സാഹചര്യം നമ്മൾ ചെയ്യുക, നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടാക്കുക, അത് ചെയ്യാൻ പാടില്ല, ഹറാമാണ്. ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞാൽ ബിലാ ഹാജത്തിൻ, ചിലപ്പോൾ ആവശ്യമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഈ നജസുമായിട്ട് ഇങ്ങനെ പെരുമാറേണ്ട, നജസ് ഉപയോഗിക്കേണ്ട, നജസിനെ നമ്മുടെ ശരീരത്തിലോ കയ്യിലൊക്കെ ആക്കേണ്ട, അങ്ങനെ ചിലപ്പോൾ സാഹചര്യം ഉണ്ടാവും, ആവശ്യം, അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിലാവാം. ഓ തഞ്ചീസിഹി മിൽക്ക ഗൈരിൻ, വേറെ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവിനെ നജസാക്കൽ ഉണ്ടായി, ഇവൻ നജസാക്കി എങ്കിൽ അവിടെയും അത് നീക്കിക്കളയൽ നിർബന്ധമാണ്. ഒ തജിബു ഇസാലത്തുഹ ഇതൻ, വീണ്ടും നജസ് നീക്കിക്കളയൽ നിർബന്ധമാണ്. അനിൽ മയ്യത്തി, മയ്യത്തിൽ നിന്ന്, ഇതാ ഖറജത് മിൻഹു, മയ്യത്തിൽ നിന്ന് നജസ് പുറപ്പെട്ടാൽ, മരിച്ച മയ്യത്തിൽ നിന്ന് നജസ് വന്നു പുറത്തേക്ക്, രക്തമോ അല്ലെങ്കിൽ മൂത്രമോ കാഷ്ടമോ അങ്ങനെയൊക്കെ വന്നാൽ അത് നീക്കിക്കളയൽ നിർബന്ധമാണ്. ഒമിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് നജസ് നീക്കിക്കളയൽ നിർബന്ധമാണ്. പള്ളിയുടെ അകത്ത് എന്തെങ്കിലും നജസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, പല്ലിക്കാഷ്ടം ഉദാഹരണം നമ്മൾ കണ്ടു, എന്നാൽ കണ്ടവർ അത് നീക്കിക്കളയൽ നിർബന്ധമാണ്. അത് ശമ്പളത്തിന് മുക്രീനാക്കിയിട്ടുണ്ട്, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല, നമ്മൾ കണ്ടവർ നീക്കണം, നിർബന്ധമാണ്. ഒമിനൽ മുസ്ഹഫി, മുസഹഫിൽ നിന്നും നജസിനെ നീക്കിക്കളയൽ നിർബന്ധമാണ്. ഒരു മുസഹഫിൽ ഇങ്ങനെ ഇതേപോലെയൊക്കെ നമ്മൾ കാണും, സാധാരണ വീട്ടിലൊരു മുസഹഫ് ഇരിപ്പുണ്ട്, അവിടെ അതിൻ്റെ മേലെ ഇങ്ങനെ പല്ലിക്കാഷ്ടം ഇരിക്കുന്നു, പെട്ടെന്ന് നീക്കിക്കളയൽ നിർബന്ധ. ഒമിൻ കുല്ലി മുഅല്ലമിൻ, നമ്മൾ ദീനിൻ്റെ ഇൽമു പറയുന്ന കിതാബുകൾ, ഏത് ആദരിക്കപ്പെടുന്നതിൽ നിന്നും എന്നാണ് പറഞ്ഞത് കിതാബിൽ. ഒമിൻ കുല്ലി മുഅല്ലമിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആദരിക്കപ്പെടുന്നതിൽ നിന്നും നീക്കിക്കളയണം. ആദരിക്കപ്പെടുന്ന ഒന്നാണല്ലോ ഷറയിൻ്റെ ഇൽമു പറയുന്ന കിതാബുകൾ. അപ്പോൾ ഒരു കിതാബിൻ്റെ മേലെ ഇങ്ങനെ ഒരു നജസ് കണ്ടു, നമ്മൾ പെട്ടെന്ന് തന്നെ അത് ആ കിതാബിൽ നിന്ന് മാറ്റിക്കളയണം, അത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ് പറഞ്ഞത്. അൻ നജാസത്തു മിനൽ ജമാദി, അൻവാ ഉൻ നജാസത്തി എന്ന ഒരു പുതിയ ചർച്ചയാണ്, നജസിൻ്റെ വിവിധ ഇനങ്ങൾ. ആദ്യം നമ്മൾ പറയണത് അൻ നജാസത്തു മിനൽ ജമാദി, നിർജീവികളുണ്ടല്ലോ, ജീവനില്ലാത്ത വസ്തുക്കൾ, അതിൽ നിന്നുള്ള നജസുകൾ. കുല്ലു മുസ്കിരിൻ മാഇൻ എന്നാണ് അതിൽ ആദ്യത്തേത്. ലഹരി വസ്തു, ഏത് ലഹരി വസ്തു? മാഇൻ, ദ്രാവകമായ ലഹരി വസ്തു. ചിലപ്പോൾ ഈ ദ്രാവകം പിന്നീട് ഉറച്ചിട്ടുണ്ടാകാം, അടിസ്ഥാനപരമായി അത് ദ്രാവകമാണ്, പിന്നീട് അത് ഉറച്ചു, അത് നോക്കേണ്ടതില്ല. അതേപോലെ അടിസ്ഥാനപരമായ അത് ഉറച്ചതാണ്, പിന്നീട് അതിനെ ഉരുക്കി ദ്രാവകമാക്കി, അതും ഇവിടെ പരിഗണിക്കാൻ പറ്റൂല. ഉരുക്കി ദ്രാവകമാക്കിയതാണ്, സാധനം ലഹരി വസ്തുവാണ്, അടിസ്ഥാനപരമായി അത് ഉറച്ചതാണ്, അതിനെ ദ്രാവകം ആക്കിയതാണ്, അപ്പം അത് നജസാവില്ല. ദ്രാവകം ഉറച്ചു പോയതാണ്, അപ്പം അത് നജസ് തന്നെയാണ്. നമ്മളിവിടെ വിഷയം അടിസ്ഥാനപരമായ ദ്രാവകമാണ്, അതോടുകൂടെ ലഹരി വസ്തുവുമാണ്, എങ്കിൽ അത് നജസാണ്. ഹംരിൻ, മുന്തിരിക്കള്ള് പോലെ. വഹിയൽ മുത്തഹദത്തു മിനൽ ഇനബി, മുന്തിരിയിൽ നിന്നുണ്ടാക്കപ്പെടുന്ന കള്ളിനെയാണ് ഹംറ് എന്ന് വിളിക്കുന്നത്.
നബീദിൻ നബീദ് പോലെ, വഹുവ നബീദ് എന്ന് പറഞ്ഞാൽ മിൻ ഗൈരിഹി മുന്തിരി അല്ലാത്തതിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന കള്ളാണ്. തെങ്ങിൻ്റെ കള്ള്, പനയുടെ കള്ള്, അതൊക്കെയാണ് നബീദ്. അങ്ങനെ കള്ള് വലോ കത്തുറത്തൻ, അത് ഒരു തുള്ളിയാണെങ്കിലും ശരി, ഒരു തുള്ളിയാണെങ്കിലും ശരി, സംഗതി നജസാണ്. അപ്പോൾ ദ്രാവകമാണ്, അതോടുകൂടെ ലഹരി വസ്തുവും ആണ്. ഒരു തുള്ളിയാണെങ്കിലും ശരി, അതെന്താണ്? നജസാണ്. അപ്പോൾ അതിൽ നിന്ന് ദ്രാവകമല്ലാത്ത ലഹരി വസ്തു അത് ആവുകയില്ല, നജസാവില്ല എന്ന്. ഉപയോഗിക്കാൻ പറ്റൂല, അത് വേറെ വശമാണ്. നജസാണോ അല്ലേ എന്നതാണ് നമ്മുടെ ചർച്ച ഇപ്പോൾ. അതിനെപ്പറ്റി പറയുന്നുണ്ട്.